ഭാരതീയ ജനതാ പാർട്ടി കേവല ഭൂരിപക്ഷം കടന്നുള്ള സീറ്റുകൾ ഇതിനകം തന്നെ നേടിക്കഴിഞ്ഞു എന്നുള്ളത് സുവ്യക്തമായിട്ടുള്ള കാര്യം. ഇനിയുള്ള ഘട്ടങ്ങളിൽ ബഹുമാനായിട്ടുള്ള പ്രധാനമന്ത്രി ലക്ഷ്യം വെച്ചിട്ടുള്ളതുപോലെ 400 സീറ്റ് എന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന് 400 സീറ്റ് എന്ന ലക്ഷ്യത്തിലേക്ക് അതിവേഗം കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ദേശീയ ജനാധിപത്യ സഖ്യം. ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇക്കാര്യത്തിൽ NDA മുന്നണിക്ക് യാതൊരു സംശയവുമില്ല, ഇന്ത്യ മുന്നണിക്കാർക്കും സംശയമില്ല. ആകപ്പാടെ സംശയമുള്ളത് പാരലൽ വേൾഡിൽ ജീവിക്കുന്ന കേരളത്തിലെ കുറച്ച് മാധ്യമ പ്രവർത്തകർക്കാണ്. നിങ്ങൾ എല്ലാ ദിവസവും വൈകിട്ട് കാണുന്നുണ്ടാകും ഞങ്ങളൊക്കെ പങ്കെടുക്കുന്ന ചില മാധ്യമ ചർച്ചകൾ. ആ മാധ്യമ ചർച്ചകൾക്ക് ശേഷം രാത്രി വീണ്ടും ചാനലിലെ പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകരൊക്കെ കൂടിയിരുന്നു കൊണ്ട് നടത്തുന്ന ചില അവലോകനങ്ങൾ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ തോന്നുക നരേന്ദ്രമോദി ഇതാ പരാജയപ്പെടാൻ പോകുന്നു, കേരളത്തിന് പുറത്ത് ഉത്തരേന്ത്യയിലൊക്കെ BJPക്കെതിരായ വലിയ ജനവികാരം അലയടിക്കുകയാണെന്നാണ് കേരളത്തിൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2019 മുമ്പും ഇതേ രീതിയിലുള്ള നറേറ്റീവാണ് കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടത്. ഞാൻ കരുതിയത് വാസ്തവത്തിൽ ഇവർ സത്യം അറിഞ്ഞുകൊണ്ട് കള്ളം പറയുകയാണ് എന്നാണ് ഞാൻ കരുതിയിരുന്നത്. അങ്ങനെയാണല്ലോ. സത്യം അറിഞ്ഞുകൊണ്ട് അത് മറച്ചു വെച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കള്ളം പറയുകയാണ് എന്നാണ് നിങ്ങളെപ്പോലെ ഞാനും കരുതിയിരുന്നത്. പക്ഷെ ഞാൻ അവരുടെ ചില സഹപ്രവർത്തകരോട് അന്വേഷിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് സത്യത്തിൽ ഇവർ ജീവിക്കുന്നത് ഒരു പാരലൽ വേൾഡിലാണ്. അവർ കരുതുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ശരിക്കും BJP പരാജയപ്പെടാൻ പോവുകയാണ്, രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു സർക്കാർ അധികാരത്തിൽ വരും, ആ വരുന്ന സമയത്ത് രാജ്യത്ത് അവർ ആഗ്രഹിച്ചതുപോലെ ഒരു സർക്കാർ വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് അവരുള്ളത്. ഒരു മായാലോകത്തിലാണ് ഉള്ളത്. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇങ്ങനെയാണ്. ഇങ്ങനെ പാരലൽ വേൾഡിൽ ജീവിക്കുന്നത് കൊണ്ടാണ് തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നതിന്റെ പിറ്റേ ദിവസം എനിക്ക് ജനാധിപത്യത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് ചില മാധ്യമ പ്രവർത്തകർക്ക് പറയേണ്ടി വരുന്നത്. നിങ്ങളൊക്കെ കേരളത്തിലെ ചാനൽ ചർച്ചകൾ കാണുന്ന ആളുകളായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ സൂചിപ്പിക്കാൻ കാരണം. അവരിങ്ങനെ ഒരു പ്രത്യേക ലോകത്ത്, മായാലോകത്ത് ജീവിക്കുകയാണ്. ഞാൻ ഇന്നലെയും സൂചിപ്പിച്ചിരുന്നു, ഡൽഹിയിൽ നിന്നുള്ളൊരു മാധ്യമപ്രവർത്തകൻ കഴിഞ്ഞ കുറേ കാലമായി ഡൽഹിയിലെ AKG ഭവനിൽ നിന്ന് ഉണ്ടുറങ്ങി കുളിച്ച് ജീവിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകൻ, പേര് ഞാൻ പറയുന്നില്ല, ഇന്നലെ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞതാണ്. ഇന്നലെ ജനൻ TV-ക്കാർ അത് കട്ട് ചെയ്ത് അദ്ദേഹത്തിന് കൊണ്ടുപോയി കേൾപ്പിച്ചു എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്നതിൻ്റെ തലേ ദിവസം വൈകുന്നേരം പുതിയ മുന്നണി പ്രഖ്യാപിക്കുകയാണ്. നമുക്ക് ഓർമ്മയുണ്ടാകും. പുതിയ മുന്നണി പ്രഖ്യാപിച്ചിട്ട് അദ്ദേഹം അതിന് പേരിട്ടു. അങ്ങനെയാണല്ലോ, ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ പേരിടണമല്ലോ. അദ്ദേഹം ആ പേരിടൽ കർമ്മം നിർവഹിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതാ ചന്ദ്രബാബു നായിഡു ഹൈദരാബാദിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. സോണിയാഗാന്ധിയും സീതാറാം യെച്ചൂരിയും അടക്കമുള്ള നേതാക്കൾ ഒരുമിച്ചിരുന്നു കൊണ്ട് പുതിയ സർക്കാർ രൂപീകരിക്കാനുള്ള ചർച്ചകൾ തുടങ്ങുകയാണെന്നാണ് അന്ന് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തത്. അതിൻ്റെ മറ്റൊരു തരത്തിലുള്ള വാർത്ത കഴിഞ്ഞ ദിവസം കണ്ടു. കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു മാധ്യമപ്രവർത്തകൻ പറയുകയാണ്, ഇത്തവണ ഈ സർക്കാരിൻ്റെ ബുദ്ധി കേന്ദ്രമായി പ്രവർത്തിക്കാൻ പോകുന്നത് സീതാറാം യെച്ചൂരിയാണ്. അവർ മന്ത്രിസഭ രൂപീകരിക്കാനുള്ള ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ സുഭാഷ്ജിയോട് പറഞ്ഞിട്ടുണ്ട്, 4-ാം തീയതി ആ ചാനലിലേക്ക് എന്നെ തന്നെ വിടണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും 4-ാം തീയതി റിസൾട്ട് വരുമല്ലോ. വരുന്ന സമയത്ത് വേണം ഇതിനുള്ള മറുപടിയൊക്കെ കൂടിക്കൊടുക്കാൻ. കേരളത്തിലെ ജനങ്ങളെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ പോകുന്നു എന്ന വ്യാജ സർവേ നിരത്തി കേരളത്തിലെ മാധ്യമങ്ങൾ BJPക്കെതിരായിട്ടുള്ള സമീപനം സ്വീകരിച്ചു. അങ്ങനെ ജനങ്ങൾ കരുതി രാഹുൽ ഗാന്ധി വാസ്തവത്തിൽ പ്രധാനമന്ത്രിയാകാൻ പോവുകയാണ്. അങ്ങനെ കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള ജനവിധി ഉണ്ടായി. വയനാട്ടിൽ നിന്ന് വലിയ ഭൂരിപക്ഷത്തോടെ രാഹുൽ ഗാന്ധി ജയിച്ചു. ആ സാഹചര്യം ഉണ്ടായി. എന്താ സംഭവിച്ചത്? മനോരമയുടെ സർവേ പ്രകാരം 45% ജനങ്ങൾ രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുന്നു, 50% ജനങ്ങൾ രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുന്നു എന്നാണ് മനോരമ സർവേ നടത്തി പ്രസിദ്ധീകരിച്ചത്. അങ്ങനെ കേരളത്തിലെ ജനങ്ങളെ വളരെ കാലമായി ഈ മാധ്യമങ്ങൾ ആസൂത്രിതമായി BJPക്കെതിരായിട്ടുള്ള
കള്ളക്കഥകൾ മെനഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്നു. ചില മാധ്യമ പ്രവർത്തകർ കുറേ കാലം കള്ളം പറഞ്ഞ് അത് സത്യമാണെന്ന് തെറ്റിദ്ധരിച്ച ഒരു പാരലൽ വേൾഡിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ആ പാരലൽ വേൾഡിൽ ജൂൺ മാസം 4-ാം തീയതി തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ ഉണ്ണി സർ സത്യപ്രതിജ്ഞ ചെയ്തു കൊടുക്കും, സത്യവാചകം ചൊല്ലിക്കൊടുക്കും. രാഹുൽ ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്ത് റിപ്പോർട്ടർ ചാനലിൻ്റെ ഫ്ലോറിൽ അധികാരം ഏൽക്കും എന്നുള്ളതാണ് നമുക്കതിൽ പറയാനുള്ളത്. അതല്ലാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല.